വെളുപ്പിന് 6 മണി സമയത്ത് ഹോസ്പിറ്റൽ റൂമിൽ അവർ രണ്ടുപേർ മാത്രം. അവളുടെ ആ വാക്ക് അതൊരു ബോംബ് പോലെ അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിച്ചിതറി. അഗ്നിയുടെ ചുറ്റും ലോകം തന്നെ നിന്നുപോയി. അവൻ്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി. 15 വർഷമായി അടഞ്ഞുകിടന്ന അവൻ്റെ ഹൃദയം അത് തുറന്നു. അവൾക്ക് വേണ്ടി. അവൾ പറഞ്ഞു അവനെ സ്നേഹിക്കുന്നുവെന്ന്. അവൻ്റെ കണ്ണ് നിറഞ്ഞു. ചുണ്ടിൽ ഒരു വിറയൽ. നച്ചോ. അവൻ്റെ ശബ്ദം ഇടറിപ്പോയി. നീ എന്താ പറഞ്ഞത്? വീണ്ടും ഒന്നുകൂടി പറയൂ. ഇനിയും എനിക്കത് കേൾക്കണം. ഒരു തവണ കൂടി. നക്ഷത്ര ചിരിച്ചു നിറഞ്ഞ കണ്ണുകളോടെ. അവൾ അവൻ്റെ നെറ്റിയിൽ തൊട്ടു. വളരെ പതിയെ അവൾ വീണ്ടും പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അഗ്നിദേവ് റായ്ചന്ദ്. നിങ്ങളുടെ ഭ്രാന്ത്, നിങ്ങളുടെ വേദന, നിങ്ങളുടെ പാസ്റ്റ് എല്ലാം ഉൾക്കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെയാണ്, ഞാൻ നിങ്ങളുടെയും. ഓൺലി യുവേഴ്സ് ഫോർ എവർ. എന്നെ നിങ്ങളെന്നല്ലാതെ മറ്റെന്തോ ഒന്ന് വിളിച്ചല്ലോ. എനിക്കതാണ് കേൾക്കേണ്ടത്. അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരി തൂകി. ദേവേട്ടാ. അഗ്നി പെട്ടെന്നവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. അവൻ്റെ വേദനകൾ മറന്നു. അവളെ ചേർത്തമർത്തിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിലായി അവളുടെ തല. അവൾക്ക് അവൻ്റെ ഹാർട്ട് ബീറ്റ്സ് കേൾക്കാം. അവൻ്റെ ഹാർട്ട് ബീറ്റ്സ് അതിപ്പോൾ പാടുന്നത് പോലെ അവൾക്ക് വേണ്ടി. നച്ചു. അവൻ അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തി. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുമെന്ന് അറിയോ? എൻ്റെ ജീവനേക്കാൾ, എൻ്റെ ശ്വാസത്തേക്കാൾ. നീയില്ലെങ്കിൽ ഞാനില്ല നച്ചു. നീ ചിരിച്ചാ ഞാൻ ജീവിക്കും, നീ കരഞ്ഞാ ഞാൻ മരിക്കും. അതാണെൻ്റെ പ്രണയം. സൈക്കോ ആണെങ്കിൽ സൈക്കോ, മോൺസ്റ്റർ ആണെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രം. നക്ഷത്ര അവനെ കൂടുതൽ മുറുകെ പിടിച്ചു. എനിക്ക് വേണം ദേവേട്ട ആ ഭ്രാന്ത്. ഞാനതിൽ ഹാപ്പി ആയിരിക്കും. ആ ഭ്രാന്തിൽ ഞാൻ സേഫാണെന്ന് എനിക്കറിയാം. അഗ്നി അവളെ വിടുവിച്ചു. അവളുടെ മുഖം കയ്യിലെടുത്തു. അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു. അവളുടെ നെറ്റിയിൽ വളരെ പതിയെ ആദ്യ പ്രണയമുദ്ര പതിപ്പിച്ചു. വേദനയോടെ, സ്നേഹത്തോടെ, പ്രണയത്തോടെ. നക്ഷത്ര കണ്ണടച്ചു പിടിച്ചു. അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും സേഫായ നിമിഷം. അവൻ്റെ കയ്യിൽ, അവൻ്റെ സ്നേഹത്തിൽ. അവൾ പതിയെ കണ്ണു തുറന്നു. ദേവേട്ടാ. ഇനിയൊരു കാര്യം പറയട്ടെ? എന്താ നച്ചു? അനുവാദം എന്തിനാ ചോദിക്കുന്നേ? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് തന്നെ. ഇനി എന്നെ വിട്ട് പോകരുത് ദേവേട്ടാ. എന്നെ ഒറ്റയ്ക്കാക്കരുത് ഒരിക്കലും. അഗ്നി അവളുടെ കൈ പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ ചേർത്ത് വച്ചു. ഇത് നോക്ക് നച്ചു. ഇത് മിടിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. നീ എന്നെ വിട്ട് പോയാ ആ നിമിഷം ഇത് നിലയ്ക്കും. ദേവേട്ടാ. അതേടാ, ഞാൻ സത്യം ചെയ്യുന്നു എൻ്റെ അമ്മയുടെ പേരിൽ. ഞാൻ നിന്നെ വിട്ട് പോകില്ല ഒരിക്കലും. മരണം വന്ന് വിളിച്ചാൽ പോലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നിന്റെ നിഴലായി, നിന്റെ കാവൽക്കാരനായി, നിന്റെ ഭ്രാന്തനായി, നിന്റെ ദേവേട്ടനായി എപ്പോഴും. നക്ഷത്ര ചിരിച്ചു. അവളുടെ ചിരി അത് അഗ്നിയുടെ മരുന്നാണ്, അവൻ്റെ ജീവൻ. അവൻ അവളുടെ ആ ചിരിയിൽ അലിഞ്ഞു ചേർന്നു. അവളുടെ തല അവൻ്റെ നെഞ്ചിൽ, അവൻ്റെ കൈ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടിരിക്കുന്നു. പുറത്ത് സൂര്യൻ ഉദിച്ചുയർന്നു. അതുപോലെ അഗ്നിയുടെ ഇരുണ്ട ലോകത്തിൽ നക്ഷത്ര എന്ന സൂര്യൻ ഉദിച്ചുയർന്നു. ഇനി ഇരുട്ടില്ല, വേദനയില്ല, ഒറ്റപ്പെടലില്ല. ഉള്ളത് പ്രണയം മാത്രം. ഭ്രാന്തമായ പ്രണയം, പ്യുവറായ പ്രണയം, അവരുടെ പ്രണയം. പുറത്ത് വിക്രം ഡോറിൽ ചാരി നിന്നു. ഉള്ളിൽ നിന്നുള്ള അവരുടെ സംസാരം
അവന് കേൾക്കാം. അവൻ്റെ കണ്ണു നിറഞ്ഞു, ഒപ്പം മനസ്സും. ബോസ്, അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കിട്ടിയല്ലേ? അവൻ മെല്ലെ അവിടുന്ന് നടന്നുപോയി. അപ്പോൾ റൂമിൽ അഗ്നി പതിയെ അവളോട് പറഞ്ഞു, നച്ചു. എന്താ ദേവേട്ടാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ദേവേട്ടാ? നിനക്കിപ്പോ എന്നെ പേടിയില്ലേ നച്ചു? നക്ഷത്ര തല ഉയർത്തി അവനെ നോക്കി ചിരിച്ചു. ഇല്ല ദേവേട്ടാ, ഇനി ഞാൻ പേടിക്കില്ല. കാരണം ഞാൻ മനസ്സിലാക്കി, ദേവേട്ടൻ ഒരു ഡെവിളല്ല. ദേവേട്ടൻ ഒരു കുട്ടിയാണ്. സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടി. ഇപ്പോൾ സ്നേഹം കിട്ടിയപ്പോൾ അത് നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്ന കുട്ടി. ഞാൻ ദേവേട്ടൻ്റെ അമ്മയല്ല, പക്ഷേ ഞാൻ ദേവേട്ടനെ സ്നേഹിക്കും, അമ്മ സ്നേഹിച്ച പോലെ. അതേസമയം തന്നെ ഒരു ഭാര്യയായും കൂട്ടുകാരിയായും എല്ലാമായി ഞാൻ ദേവേട്ടൻ്റെ ഒപ്പം ഉണ്ടാകും. ഇനി ദേവേട്ടൻ ഒറ്റയ്ക്കാവില്ല, പ്രോമിസ്. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണു നിറഞ്ഞു തുളുമ്പി. അത് കണ്ടതും അവൾക്ക് വേദന തോന്നി. അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്ത് കണ്ണുകൾ തുടച്ചു നീക്കി. എൻ്റെ ദേവേട്ടൻ കരയുന്നത് കാണാൻ ഒരു ഭംഗിയും ഇല്ലെന്നേ. അവൻ ചെറുചിരിയോടെ അവളെ വീണ്ടും ചേർത്ത് പിടിച്ചു. താങ്ക് യു നച്ചു, എൻ്റെ ജീവിതത്തിൽ വന്നതിന്, എൻ്റെ ഇരുട്ടിൽ വെളിച്ചമായതിന്, എൻ്റെ നക്ഷത്രമായതിന്. നക്ഷത്ര അവൻ്റെ നെഞ്ചിൽ തലവെച്ചു, കണ്ണടച്ചു കിടന്നു. താങ്ക് യു ദേവേട്ട, എന്നെ തിരഞ്ഞെടുത്തതിന്, എന്നെ സ്നേഹിച്ചതിന്, എൻ്റെ ദേവേട്ടനായതിന്. അവളും അതുപോലെ പറഞ്ഞതും അവൻ അവളുടെ തലയിൽ ഉമ്മ വച്ചു. അവരുടെ ജീവിതത്തിലും പ്രണയമുദിച്ചു. അത് കത്തിജ്വലിച്ചു, ആർക്കും കെടുത്താൻ പറ്റാത്ത അഗ്നി പോലെ. 2 ആഴ്ച കഴിഞ്ഞു. അഗ്നി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. റായ്ചന്ദ് മാൻഷൻ, മുംബൈയിലെ ഏറ്റവും വലിയ വീട്. പക്ഷെ 15 വർഷമായി ശൂന്യമായി കിടന്നിരുന്ന ആ വീട്ടിൽ നിന്ന് വെളിച്ചമുണ്ട്. അവളുടെ ചിരിയുണ്ട്. ഇപ്പോൾ ആ വീടിനു ജീവനുണ്ട്. കാരണം അവൻ്റെ പ്രാണൻ അവിടെയുണ്ട്. അവനെ മറ്റാർക്കും നോക്കാൻ വിട്ടുകൊടുക്കാതെ അവളവിടേക്ക് സ്വയം വന്നതാണ്. അമ്മയോട് വിവരം പറഞ്ഞു. മീരയ്ക്ക് സ്കൂൾ ബസ് ഏർപ്പാടാക്കി. എല്ലാം അഗ്നി അറേഞ്ച് ചെയ്തു. ഇപ്പോൾ അവൾ അവൻ്റെ മാൻഷനിൽ അവൻ്റെ ക്യൂവിനായി നിൽക്കുന്നു. രാത്രി 9 PM. മാൻഷൻ്റെ ടെറസ് ഗാർഡൻ. പൂർണ്ണചന്ദ്രൻ, തണുത്ത കാറ്റ്, ചുറ്റും മുല്ലപ്പൂവിൻ്റെ മണം. അഗ്നി ഒരു വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് പാൻറ്. കയ്യിൽ ബാൻഡേജ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അവൻ സ്ട്രോങ് ആണ്. അവൻ്റെ മുന്നിൽ നക്ഷത്ര ഒരു വെള്ള ചുരിദാർ, മുടി അഴിച്ചിട്ടിരിക്കുന്നു. അത് കാറ്റിൽ പാറുന്നു. അവർ പരസ്പരം നോക്കി, പക്ഷെ 2 പേരും മിണ്ടുന്നില്ല. എന്നാൽ അവരുടെ കണ്ണുകൾ സംസാരിക്കുന്നുണ്ട്. നച്ചു, അഗ്നി മെല്ലെ വിളിച്ചു. പക്ഷെ അവൻ്റെ ശബ്ദം ഇപ്പോൾ മൃദുവാണ്. പക്ഷേ ആ മൃദുത്വത്തിൻ്റെ അടിയിൽ ഒരു ഭ്രാന്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അവളോടുള്ള ഭ്രാന്ത്. എന്താ എന്താ ദേവേട്ടാ? അവൾ ചോദിച്ചു. വാ. അവൻ കൈവിടർത്തി. എൻ്റെ അടുത്തേക്ക്. അവൻ കൈ നീട്ടിപ്പിടിച്ചു. അവൾക്ക് ഒരു നാണം പോലെ. എങ്കിലും അവൾ പതിയെ മുന്നോട്ട് നടന്നു. അവൻ്റെ അടുത്ത് വന്ന് നിന്നു. അവൻ അവളുടെ കൈ പിടിച്ചു, വളരെ പതിയെ. പക്ഷെ ആ പിടി അത് ഉടുമ്പ് പിടിച്ച പോലെയായിരുന്നു. വിട്ടാ ചിലപ്പോൾ അവൾ പോയാലോ എന്ന പോലെ. വേദനിക്കുന്നു ദേവേട്ട, അവൾ മെല്ലെ പറഞ്ഞു, ചിരിച്ചുകൊണ്ട്. അഗ്നി ഞെട്ടി കൈ അയച്ചു. അയ്യോ സോറി നച്ചു, ഞാൻ. അവൻ പറയാൻ തുടങ്ങി. നക്ഷത്ര പെട്ടെന്ന് അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. വേണ്ട, എനിക്കറിയാം എന്താണെന്ന്. ദേവേട്ടൻ പേടിക്കുന്നു. ഞാൻ ദേവേട്ടനെ വിട്ടുപോകുമോ എന്ന് അല്ലേ? അഗ്നി തല താഴ്ത്തി. യെസ് നച്ചു, എനിക്ക് പേടിയാണ്. നീ എന്നെ വിട്ടുപോയാ ഞാൻ വീണ്ടും. അവൻ്റെ ശബ്ദം വിറച്ചു. നക്ഷത്ര അവൻ്റെ മുഖം പിടിച്ചുയർത്തി. അവൻ്റെ കണ്ണിൽ നോക്കി. ദേവേട്ട, ഞാൻ എവിടെയും പോകില്ല ദേവേട്ട. ദേവേട്ടൻ പോകാൻ പറഞ്ഞാലും തള്ളിവിട്ടാലും ഞാൻ എൻ്റെ ദേവേട്ടനെ വിട്ട് എങ്ങും പോകില്ല. കാരണം അവളൊന്ന് നിർത്തി. കാരണം ഞാൻ ദേവേട്ടനെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നു. അഗ്നിയുടെ കണ്ണ് നിറഞ്ഞു. അവൻ അവളെ വലിച്ചടുപ്പിച്ചു. അവളുടെ മുഖം മുഴുവൻ
ഭ്രാന്തോടെ ഉമ്മകൾ കൊണ്ട് മൂടി. പിന്നെ അവളെ അവൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. കേൾക്കുന്നോ? അവൻ ചോദിച്ചു. എന്താ ദേവേട്ട? എൻ്റെ ഹൃദയമിടിപ്പ്. കേട്ടു ദേവേട്ട, ഓരോ ബീറ്റിലും എൻ്റെ പേരാണ് മന്ത്രിക്കുന്നത്. നക്ഷത്ര കണ്ണടച്ചു പിടിച്ച് ശ്രദ്ധിച്ചു. അവൾ കേട്ടു അവൻ്റെ ഹാർട്ട് ബീറ്റ്സ്. അത് സത്യമാണ്. അവൾക്ക് വേണ്ടി മാത്രം തുടിക്കുന്ന അവൻ്റെ ഹൃദയം. ദേവേട്ട, അവൾ വിളിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ സാധിച്ചു തരുമോ? അതെന്ത് ചോദ്യമാനച്ചു? നിനക്ക് വേണ്ടി എൻ്റെ പ്രാണൻ തന്നെ തരില്ലേ ഞാൻ? പറഞ്ഞോ, എൻ്റെ നച്ചുവിൻ്റെ ആഗ്രഹം. നിന്റെ ദേവേട്ടൻ അത് സാധിച്ചു തന്നിരിക്കും. എനിക്ക് വേണ്ടി എൻ്റെ ദേവേട്ടൻ ചിരിക്കണം. അഗ്നി ഞെട്ടിപ്പോയി. ചിരിക്കാനോ? അതെനിക്ക് അറിയില്ല നച്ചു. ഞാൻ പഠിപ്പിക്കാൻ ദേവേട്ട, അവൾ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുഖത്ത് തൊട്ടു. അവൻ്റെ ചുണ്ടിൻ്റെ വശം വിരൽ കൊണ്ട് മുകളിലേക്ക് നീക്കി. ദേ, ഇങ്ങനെ ചിരിക്ക് ദേവേട്ട. അഗ്നി ശ്രമിച്ചു. ഒരു വളവ്, അത്രമാത്രം. പക്ഷേ അതവൻ്റെ ചിരിയായിരുന്നു അവൾക്ക് വേണ്ടി. നക്ഷത്രയുടെ കണ്ണ് നിറഞ്ഞു. ഇത് മതി, ഈ ചിരി മതി എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക്. അവൾ അവൻ്റെ നെറ്റിയിൽ തല ചേർത്ത് വച്ചു. അഗ്നി അവളുടെ അരയിൽ കൈ ചുറ്റി, വളരെ മുറുകെ, പക്ഷേ അവളെ വേദനിപ്പിക്കാതെ. അവൻ്റെ കൈ അവിടെ പതിഞ്ഞതും അവളൊന്ന് വിറച്ചോ. അവൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായത് അവനും തിരിച്ചറിഞ്ഞു. പെട്ടെന്നവൻ വിഷയം വഴിതിരിച്ചു വിട്ടു. നച്ചു, നിനക്കറിയോ, ഞാൻ നിന്നെ കണ്ട ആദ്യ ദിവസം ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി, ഇന്ന് ഞാൻ എൻ്റെ സൂര്യനെ കണ്ടു. എൻ്റെ ഇരുട്ടിൽ വെളിച്ചം പരന്നു. അവളുടെ പേര് നക്ഷത്ര. അവൾ എൻ്റെ നക്ഷത്രം എന്ന് അവൻ പറഞ്ഞു. നക്ഷത്ര ഞെട്ടി. ഡയറി? ദേവേട്ടൻ എഴുതുവോ? നിനക്ക് വേണ്ടി ഞാൻ എഴുതും. ഓരോ ദിവസവും നീ ചിരിച്ചത്, നീ കരഞ്ഞത്, നീ ഗുലാബ് ജാമുൻ കഴിച്ചത് എല്ലാം എൻ്റെ ഡയറിയിൽ നിറഞ്ഞു നിൽക്കുന്നത് നീ മാത്രമാണ് പെണ്ണേ. എൻ്റെ ലോകം നീയല്ലേ. അപ്പോൾ നിന്നെക്കുറിച്ചല്ലേ ഞാൻ എഴുതേണ്ടത്. അവൾക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നു. എന്നെയൊന്ന് കാണിക്കോ? ഇപ്പം വേണ്ട. പിന്നെപ്പോ? നമ്മുടെ 15th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കും. 50 വർഷത്തെ എൻ്റെ പ്രണയം. നക്ഷത്ര ചിരിച്ചു. 50 വർഷോ? അത്രയും ഉറപ്പാണോ ദേവേട്ടന്? പിന്നെ 100 വർഷം നമ്മൾ പ്രണയിച്ച് ജീവിക്കും നച്ചു. അവൻ പറഞ്ഞു. ഞാൻ നിന്നെ 100 വർഷം ഈ നെഞ്ചിൽ അടക്കി ജീവിക്കും. ഈ ജന്മം, അടുത്ത ജന്മം, എല്ലാ ജന്മത്തിലും നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അതിൽ ഭ്രാന്തുണ്ടായിരുന്നു. പക്ഷെ ആ ഭ്രാന്ത് മനോഹരമായിരുന്നു. നക്ഷത്ര അവനെ നോക്കി. ദേവേട്ട, ദേവേട്ടൻ ഒരു സൈക്കോ തന്നെയാണ്. അവൾ ചിരിയോടെ പറഞ്ഞു. യെസ് നച്ചു, ഐ ആം സൈക്കോ. നിനക്ക് വേണ്ടി മാത്രം. എനിക്കിഷ്ടമാണ് ആ സൈക്കോയെ. അവൾ അവൻ്റെ ഷർട്ടിൽ മുഖം പൂഴ്ത്തി വച്ചു. അഗ്നി അവളുടെ മുടിയിൽ പതിയെ തലോടി. നച്ചു. അവൻ അവളെ പിടിച്ചു. അവളുടെ അരയിൽ ചുറ്റി പിടിച്ചു പൊക്കിയെടുത്തു. അവൾ കാൽ നിലത്ത് തൊടാതെ അവൻ്റെ കയ്യിൽ കിടന്നു. ഇനി നീ എൻ്റെയാണ്, ഫോർ എവർ. നക്ഷത്ര അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എന്നേ ദേവേട്ടൻ്റെ തന്നെയാണ്, അറിയില്ലേ? അവൻ അവളെ താഴെ നിർത്തിയില്ല. അങ്ങനെ എടുത്തുകൊണ്ട് നടന്നു ടെറസിൻ്റെ നടുവിലേക്ക്. ചന്ദ്രൻ്റെ താഴെ അവളെ താഴെ നിർത്തി. പക്ഷെ അവളുടെ പിടി അവൻ വിട്ടില്ല. അവൻ്റെ കയ്യിൽ അവൾ ഭദ്രം. നച്ചു, നിനക്ക് നിലാവിഷ്ടമാണോ? എനിക്ക് ദേവേട്ടനെ ഇഷ്ടമാണ്. നിലാവിനേക്കാൾ, സൂര്യനേക്കാൾ, ഈ ലോകത്തേക്കാൾ. അപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അതിലപ്പോൾ അവളോടുള്ള അടങ്ങാത്ത ഭ്രാന്തായിരുന്നു, സ്നേഹമായിരുന്നു. അവൻ അവളുടെ കഴുത്തിന് സൈഡിൽ അമർത്തി ചുംബിച്ചു. പിന്നെ അവളുടെ തൊണ്ടക്കുഴിയിൽ. നക്ഷത്രയുടെ കണ്ണ് നിറഞ്ഞു. ദേവേട്ട. അഗ്നി അവളുടെ നെറ്റിയിൽ വീണ്ടും ഉമ്മ കൊടുത്തു. പിന്നെ അവളുടെ കണ്ണീർ ചുണ്ടിനാൽ കണ്ണുനീർ ഒപ്പിയെടുത്തു. പിന്നെ അവളുടെ കവിളിൽ. നീ എൻ്റേതാണ് നച്ചു, എൻ്റേത് മാത്രം, അവൻ പറഞ്ഞു. നക്ഷത്ര ചിരിച്ചു.
എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് എല്ലാം എൻ്റെ ദേവേട്ടൻ്റേത് മാത്രം, അവൾ പറഞ്ഞു. അഗ്നി അവളെ ചേർത്ത് പിടിച്ചു. ചുറ്റും കാറ്റ്, മുല്ലപ്പൂവിൻ്റെ മണം പരന്നു. പൂർണ്ണചന്ദ്രൻ അവരുടെ പ്രണയത്തിൻ്റെ സാക്ഷിയായി. അവൻ്റെ ഭ്രാന്തമായ പ്രണയം, അവളുടെ പ്യുവറായ സ്നേഹം, രണ്ടും ഒന്നായി തീർന്നു. പക്ഷെ അവരുടെ ആ പ്രണയം തകർക്കാൻ അവരുടെ ജീവിതത്തിൽ ഇനിയും ആരൊക്കെ കടന്നു വരും അറിയില്ല. കാത്തിരുന്ന് കാണാം അഗ്നിയുടെ സൈക്കോ ലവ്.